ഇനി നമുക്കൊരു പിക്സൽ ആർട്ട് ആയാലോ? കുറേ ആയില്ലേ പിക്സൽ ആർട്ട് ചെയ്തിട്ട്. അന്ന് രണ്ടെണ്ണം കുറേ മുന്നേ 2 മാസം മുന്നേ എന്തോ ചെയ്ത് നോക്കി പോയതാണ്. പിന്നെ ആ വൈക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു പിക്സൽ ആർട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി. കുറച്ച് സിമ്പിളാവും വേണേനു, കുറേ നേരം ഇരിക്കാൻ വയ്യ. പിന്നെ അധികം നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഗ്രിഡിൻ്റെ ബുക്കില്ല, അതിനെ കൊണ്ടിട്ട് ഗ്രിഡൊക്കെ നമ്മൾ വരച്ചുണ്ടാക്കി കാണാം. ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സുഖം. ബുക്കില്ലാത്തവർ എന്ത് ചെയ്യുക, ഇതിൻ്റെ മാതിരി 0.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഗ്രിഡ് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ റെഫറൻസ് എന്ത് ചെയ്യുക, പിൻട്രസ്റ്റിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ വീഡിയോൻ്റെ ഫസ്റ്റ് ഉള്ള എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അതിൽ നമ്മൾ ബീന്ന് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എന്ത് ചെയ്യുക, ബ്ലാക്ക് കളർ കൊടുക്കുക. പിന്നെ ഒന്ന് മാർക്ക് ചെയ്യാതെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഫുൾ നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുക. അതതിൻ്റെ പരിപാടി അത്രേ ഉള്ളൂ. സംഭവം നല്ല രസമുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാൻ. അത് നമ്മൾ ഒറ്റ എന്നുള്ള സ്ഥലമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ ബോക്സ് മാത്രം കളർ ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് എടുങ്ങാറ് അവിടെ എത്തുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഒന്നെങ്കിൽ സ്കെച്ച് മാർക്കറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക, സാധാ സ്കെച്ച് ആയാലും മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താലും മതി. നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മളെ ബോ ഇവിടെ എന്താണ് റെഡി ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇനി സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇഷ്ടമായിക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂട്ടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.